നമസ്കാരം. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ഈയൊരു തർക്കം നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാംസ്കാരിക പോരാട്ടമായിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഈ കാണുന്ന വിഭജനത്തിന് പിന്നില് പലരും ശ്രദ്ധിക്കാത്ത പണത്തിന്റെയും അധികാരത്തിന്റെയും ഒരു വലിയ കളിയുണ്ട്. ആഴത്തിലുള്ള ആ സാമ്പത്തിക സംഘർഷമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോ ഈ പറയുന്ന സാംസ്കാരിക യുദ്ധത്തിനപ്പുറം ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയിൽ തന്നെ ആഴത്തിൽ വേരൂന്നിയ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതായത് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം പണമാണോ? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ പ്രശ്നത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങുന്നതിന് മുൻപ് എന്താണ് ശരിക്കും പുറമേ കാണുന്ന ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. അതായത് മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രം നമുക്കൊന്ന് കാണാം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഈ കൾച്ചുവാറെന്നൊക്കെ പറയുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ ഒരു എക്കണോമിക് കോൺഫ്ലിക്റ്റിന്റെ, അതായത് സാമ്പത്തിക സംഘർഷത്തിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. ഇതിന്റെ എല്ലാം അടിത്തറ പണമാണ്. അപ്പോ ഇനി നമുക്ക് ഈ സാംസ്കാരിക മുഖമൂടിയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് പ്രശ്നത്തിന്റെ സാമ്പത്തിക അടിത്തറയിലേക്ക് തന്നെ നേരിട്ട് കടക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. ഈ സംഘർഷത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് സെൻട്രൽ ടാക്സ് പൂൾ എന്നൊരു സംവിധാനമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നികുതിയായി കൊടുക്കുന്ന പണം ഒരു വലിയ പാത്രത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് കേന്ദ്ര സർക്കാർ ഈ പണം എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ചു കൊടുക്കുന്നു. പക്ഷെ ഈ വീതം വെപ്പ് ശരിക്കും ന്യായമാണോ? ഈ കണക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് 100 രൂപ നികുതിയായി കൊടുക്കുമ്പോൾ അവർക്ക് തിരികെ കിട്ടുന്നത് എത്രയാണെന്നറിയാമോ? വെറും 13 രൂപ വരെ മാത്രം. അതേസമയം ഉത്തർപ്രദേശ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ 100 രൂപ കൊടുക്കുമ്പോൾ അവർക്ക് 300 രൂപയിൽ കൂടുതൽ വരെ തിരികെ കിട്ടുന്നുണ്ട്. ഈയൊരു വലിയ അന്തരമാണ് ദക്ഷിണേന്ത്യയിൽ വലിയൊരു അനീതി നടക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്നത്. ഓക്കെ, വെറും കണക്കുകൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് അത്ര വ്യക്തമാവില്ല. നമുക്കിത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ സംഭവം കുറച്ചുകൂടി മനസ്സിലാകും. ഒരു രാജ്യത്തിന്റെ വികസനം അളക്കാൻ GDP മാത്രം നോക്കിയാൽ മതിയോ? പോരാ, നമുക്ക് വേറൊരു രീതിയിൽ നോക്കാം. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ജനിക്കുന്ന 1000 പെൺകുട്ടികളുടെ ജീവിതമൊന്ന് താരതമ്യം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ രണ്ട് മേഖലകളും തമ്മിലുള്ള ആ വലിയ ഖ്യാസം, അതായത് ആ വിടവ് ശരിക്കും കാണാൻ പറ്റും. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ആരോഗ്യം. ഉത്തർപ്രദേശിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 38 പേർ 1 വയസ്സ് തികയുന്നതിനു മുൻപേ മരിച്ചുപോകുന്നു. എന്നാൽ തമിഴ്നാട്ടിലോ വെറും 3 പേർ മാത്രം. സംഖ്യകൾ ചെറുതാണെന്ന് തോന്നാം, പക്ഷേ അത് കാണിക്കുന്ന വ്യത്യാസം വളരെ വലുതാണ്. ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കിയാലോ? കേരളത്തിൽ ഏകദേശം 99% പേരും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ ബീഹാറിലേക്ക് വരുമ്പോൾ അത് വെറും 36% കുറയുന്നു. ഇത് അവിടുത്തെ സ്ത്രീകളുടെ ഭാവിയെയും സാമ്പത്തിക ഭാവിയെയും എത്ര മോശമായിട്ടായിരിക്കും ബാധിക്കുക എന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു സ്ഥലത്ത് സ്വാഭാവികമായും ദാരിദ്ര്യം കൂടും. ആ കണക്കുകൾ നോക്കൂ. ബീഹാറിൽ 1/3 ആളുകളും, അതായത് 33.8% ആളുകൾ ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നു. പക്ഷെ തമിഴ്നാട്ടിലത് വെറും 2.2% മാത്രമാണ്. നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും വരുമ്പോൾ ദാരിദ്ര്യം കുറയുമെന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. ഇനി നമ്മുടെ കേരളത്തിന്റെ കാര്യമെടുത്തു നോക്കൂ. ഇവിടുത്തെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി റേറ്റ് എത്രയാണെന്നറിയാമോ? വെറും 0.5%. ഈ ഒരൊറ്റ കണക്ക് മതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം മുന്നോട്ടു പോയി എന്ന് മനസ്സിലാക്കാൻ. അപ്പോ ഇത്രയും നേരം നമ്മൾ ഈ വലിയ സാമ്പത്തിക അന്തരത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഇതിന്റെ കാരണമെന്താണ്? ഇതിന് പിന്നിലൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ പണം വീതം വയ്ക്കുന്ന സംവിധാനത്തിന് പറയുന്ന സാങ്കേതികമായ പേരാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ടാക്സായി കിട്ടുന്ന പണം ഓരോ സംസ്ഥാനത്തിനും എങ്ങനെ വീതിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കണക്കുകൂട്ടൽ. അത്രയുള്ളൂ. ഈ ഫോർമുലയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അതായത് 42.5% കൊടുത്തിരിക്കുന്നത് ഇൻകം ഡിസ്റ്റൻസിനാണ്, അതായത് ഒരു സംസ്ഥാനം എത്രത്തോളം പിന്നോക്കമാണ് എന്നതിന്. പിന്നെ ജനസംഖ്യയ്ക്കും നല്ലൊരു പങ്കുണ്ട്, 17.5%. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചില സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് ഇൻകം ഡിസ്റ്റൻസ്. ഇത് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കുന്നു, അവർക്ക് കൂടുതൽ പണം കിട്ടുന്നു. അടുത്തത് ജനസംഖ്യ, അതായത് പോപ്പുലേഷൻ. ഇത് കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഗുണം ചെയ്യുന്നു.
എന്നാൽ സാമ്പത്തികമായി രാജ്യത്തിനു കൂടുതൽ സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ കോൺട്രിബ്യൂഷൻ ടു GDPക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം വെറും 10% മാത്രമാണ്. ഇവിടെയാണ് ദക്ഷിണേന്ത്യയുടെ പ്രധാന പരാതി വരുന്നത്. ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചിട്ടും അതിനു വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല. ഇതോടുകൂടി നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ സംവിധാനത്തിന്റെ രാഷ്ട്രീയപരവും വൈകാരികവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദക്ഷിണേന്ത്യയുടെ യഥാർത്ഥ നിരാശ പണം നഷ്ടപ്പെടുന്നു എന്നതിൽ മാത്രമല്ല, അതിലുപരി അവർ കൊടുക്കുന്ന പണം കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല എന്ന തോന്നലാണ് പ്രധാന കാരണം. ഒരു ഉത്തരവാദിത്വമില്ലായ്മ അഥവാ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, അതാണ് അവരെ അലട്ടുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ നിലനിൽപ്പിന്റെ പ്രതിസന്ധിയാണ്. ദക്ഷിണേന്ത്യയുടെ ശബ്ദം പാർലമെന്റിൽ ഇല്ലാതായിപ്പോകുമോ എന്നൊരു വലിയ പേടി അവർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ പേടി വരുന്നത്? അതിന് കാരണമായി അവർ പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടൈം ബോംബാണ്. അതായത് ഭാവിയിൽ നമ്മുടെ പാർലമെന്റിലെ സീറ്റുകൾ വീണ്ടും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ജനസംഖ്യ നിയന്ത്രിച്ച് സാമ്പത്തികമായി മുന്നേറിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയും. അവരുടെ രാഷ്ട്രീയ ശബ്ദം അവിടെ ദുർബലമാകും. ഇതാണ് ആ വലിയ ഭയം. അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലാണ്. കഠിനാധ്വാനം ചെയ്ത് വിജയിക്കുന്നവരെ ശിക്ഷിക്കുകയും പിന്നോട്ടു പോകുന്നവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നൊരു സംവിധാനത്തിന് ഒരു രാജ്യത്തെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുക? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ പലപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ടല്ലേ നോർത്തും സൗത്തും തമ്മിലുള്ള വ്യത്യാസങ്ങളെപ്പറ്റി. ഫുഡിന്റെ കാര്യത്തിലായാലും സിനിമയുടെ കാര്യത്തിലായാലും. പക്ഷേ ഈ സാംസ്കാരിക വ്യത്യാസങ്ങൾക്കപ്പുറം വളരെ ഗൗരവമേറിയ, ഇന്ത്യയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്തേക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി പതുക്കെ വളർന്നു വരുന്നുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത്, ഒരു രാജ്യത്തിന്റെ വിജയം അതുതന്നെയാണോ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത്? കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സംഭവം സത്യമാണ്. ദക്ഷിണേന്ത്യ കൈവരിച്ച ആ ഒരു അവിശ്വസനീയമായ വിജയം അതെങ്ങനെയാണ് ഇന്ന് ഇന്ത്യയ്ക്ക് മുന്നിലൊരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്? നമുക്ക് നോക്കാം. ഓക്കേ, അപ്പോൾ ഈ വിഷയം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ ഒരു 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം എന്താണ് ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ വിജയഗാഥ എന്ന് നോക്കാം. പിന്നെ ഈ വിജയം എങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായി മാറി. മൂന്നാമതായി ഡിലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടൈം ബോംബിനെ പറ്റി നമ്മൾ സംസാരിക്കും. അവസാനം ഇതിനൊരു പരിഹാരമുണ്ടോ അതും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ ഈ സംസാരിക്കുന്ന പ്രശ്നത്തിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, സൗത്ത് ഇന്ത്യ നേടിയ ആ ഒരു അസാധാരണമായ വളർച്ചയാണ്, സാമ്പത്തികമായും സാമൂഹികമായും. എങ്ങനെയാണ് സൗത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ഗ്രോത്ത് എഞ്ചിനായിട്ട് മാറിയത്? ഈ മാറ്റത്തിന്റെ എല്ലാം തുടക്കം നമ്മൾ വിചാരിക്കുന്നതിനും ഒരുപാട് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1956 തമിഴ്നാട്ടിലെ കെ കാമരാജ് ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ടുവന്നില്ലേ? അതൊരു വെറും പദ്ധതിയല്ലായിരുന്നു, ശരിക്കും ഒരു സാമൂഹ്യ വിപ്ലവമായിരുന്നു. കാരണം സ്കൂളിൽ വിട്ടാൽ കുട്ടിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടും എന്നൊരു ചിന്ത വന്നപ്പോൾ പാവപ്പെട്ട മാതാപിതാക്കൾ പോലും മക്കളെ സ്കൂളിൽ അയക്കാൻ തുടങ്ങി. അതിന്റെ ഫലമെന്തായിരുന്നു? സാക്ഷരത കൂടി. അത് പതിയെ പതിയെ നല്ല സ്കിൽഡായിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കിയെടുത്തു. ഇനി ഈ കണക്കുകളൊന്ന് നോക്കിക്കേ, ശരിക്കും ശ്രദ്ധേയമാണ്. സൗത്ത് ഇന്ത്യയുടെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് ഇതാണ്: സ്ത്രീകളുടെ ഒരു അവിശ്വസനീയമായ പങ്കാളിത്തം. നിങ്ങൾക്കറിയാമോ, തമിഴ്നാട്ടിലെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരിൽ ഏകദേശം 40% സ്ത്രീകളാണ്. ഈ സ്ത്രീ ശാക്തീകരണം അതുതന്നെയാണ് അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ നട്ടെല്ലെന്ന് പറയാം. അപ്പോ ഇങ്ങനെ നല്ല ഒരു അടിത്തറ, അതായത് നല്ല വിദ്യാഭ്യാസവും സ്കിൽഡുമായ ആളുകളും ഉണ്ടായതുകൊണ്ട് 1990കളിൽ ഇന്ത്യയിൽ IT വിപ്ലവം വന്നപ്പോൾ അത് ശരിക്കും മുതലെടുക്കാൻ സൗത്ത് ഇന്ത്യക്ക് പറ്റി. കർണാടകയും ആന്ധ്രാപ്രദേശുമൊക്കെ ITക്ക് വേണ്ടി പ്രത്യേക പോളിസികളൊക്കെ കൊണ്ടുവന്നു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ബംഗളൂരു ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഇന്ത്യയുടെ സിലിക്കൺ വാലിയായി മാറിയത്. ഓക്കേ, അപ്പോ ഇത്രയും നേരം നമ്മൾ സൗത്ത് ഇന്ത്യയുടെ വിജയത്തെപ്പറ്റിയാണല്ലോ സംസാരിച്ചത്. ഇനി നമുക്ക് കാര്യത്തിന്റെ മർമ്മത്തിലേക്ക് വരാം. ഈ വിജയം തന്നെ എങ്ങനെയാണ് തികച്ചും അപ്രതീക്ഷിതമായി ഒരു വലിയ പ്രശ്നമായി മാറിയത്? അതായത് സൗത്ത് ഇന്ത്യയുടെ വിജയം അവർക്ക് തന്നെ രാഷ്ട്രീയമായി ഒരു തിരിച്ചടിയാകുന്നു. വളരെ വിചിത്രമായൊരവസ്ഥയാണതല്ലേ? ദാ ഈ കാണുന്നതാണ് പ്രശ്നത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു. ഒരു വശത്ത് ദക്ഷിണേന്ത്യ. അവിടെ സ്ത്രീ വിദ്യാഭ്യാസം കൂടി ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അതിന്റെ സ്വാഭാവികമായൊരു ഫലം ജനസംഖ്യാ നിയന്ത്രണമായിരുന്നു. പക്ഷെ മറുവശത്ത് ഇതേ കാലയളവിൽ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ അതിവേഗം കുതിച്ചുയരുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു പ്രശ്നം വന്നു:
ജനസംഖ്യ കുറഞ്ഞാൽ പാർലമെന്റിലെ സീറ്റുകൾ കുറയില്ലേ? അപ്പോ പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്തതിന് സൗത്ത് ഇന്ത്യയ്ക്ക് ശിക്ഷ കിട്ടുന്നതുപോലെയാവില്ലേ? ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് 1976 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തത്. 42ാം ഭേദഗതിയിലൂടെ പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം 1971 സെൻസസ് അനുസരിച്ച് ഫ്രീസ് ചെയ്തു, അതായത് മരവിപ്പിച്ചു. പക്ഷേ അതൊരു താൽക്കാലിക പരിഹാരം മാത്രമായിരുന്നു. അതാണ് നമ്മളെ ഇന്നത്തെ ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ഭരണഘടനാപരമായ ടൈം ബോംബ്. അപ്പോ എന്താണ് ഈ ഡിലിമിറ്റേഷൻ എന്ന് പറയുന്നത്? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു സാധാരണ ജനാധിപത്യ പ്രക്രിയയാണ്. ഓരോ സെൻസസ് കഴിയുമ്പോഴും രാജ്യത്തെ ജനസംഖ്യയിലെ മാറ്റം വരുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഓരോ പാർലമെന്റ് മണ്ഡലങ്ങളുടെയും, അതായത് കോൺസ്റ്റിറ്റ്യുവൻസികളുടെയും അതിർത്തികൾ മാറ്റിവരയ്ക്കും. അങ്ങനെ എല്ലാവർക്കും തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കും. പക്ഷേ ഇന്ത്യയുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ സാധാരണ പ്രക്രിയ ഒരു വലിയ തർക്കവിഷയമായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ഡിലിമിറ്റേഷൻ നടപ്പാക്കിയാൽ എന്ത് സംഭവിക്കും? ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. സംഭവം വളരെ ക്ലിയറാണ്. ഉത്തർപ്രദേശ്, ബീഹാർ പോലുള്ള ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് സീറ്റുകൾ പുതുതായി കിട്ടും. അതേസമയം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സീറ്റിന്റെ 1/3 വരെ നഷ്ടപ്പെടാം. തമിഴ്നാടിനും ഇതുപോലെ വലിയ നഷ്ടം വരും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പേടിയും. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത്രയധികം സംഭാവന ചെയ്തിട്ടും രാഷ്ട്രീയമായി തീരുമാനങ്ങളെടുക്കുന്നതിൽ തങ്ങളുടെ ശബ്ദം, തങ്ങളുടെ റെപ്രസെന്റേഷൻ അത് പൂർണ്ണമായും ഇല്ലാതായി പോകുമോ എന്ന വലിയൊരാശങ്ക. അപ്പോ ചോദ്യം ഇതാണ്, ഇത്രയും സങ്കീർണമായൊരു പ്രശ്നത്തിന് എന്താണൊരു പരിഹാരം? ഈ ടൈം ബോംബ് നിർവീര്യമാക്കാൻ കഴിയുമോ? ഇതിനായി നിർദ്ദേശിക്കപ്പെട്ട ഒരു ഗ്രാൻഡ് ബാർഗെയിൻ, അതായത് ഒരു വലിയ ഒത്തുതീർപ്പ് ഫോർമുലയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്രാൻഡ് ബാർഗെയിൻ എന്ന് പറയുന്ന നിർദ്ദേശത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. 1. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക. 2. രാജ്യസഭയെ അടിമുടി പരിഷ്കരിക്കുക. 3. അതുവഴി രാജ്യസഭയ്ക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുക. നമുക്കിത് ഓരോന്നായിട്ടെടുത്ത് പരിശോധിക്കാം. ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് ഇതാണ്: ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക. അപ്പോൾ എന്ത് സംഭവിക്കും? ജനസംഖ്യ കൂടിയ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട കൂടുതൽ സീറ്റുകൾ കിട്ടും. അതേസമയം തന്നെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുകയുമില്ല. അതായത് 2 കൂട്ടർക്കും ഒരുപോലെ ഗുണകരമാവുന്ന ഒരു നീക്കം. ഇനി രണ്ടാമത്തെ പോയിന്റ്, രാജ്യസഭയെ സംസ്ഥാനങ്ങളുടെ ഒരു സംരക്ഷണ കവചം പോലെയാക്കി മാറ്റുക. അതെങ്ങനെ? അമേരിക്കൻ സെനറ്റിലൊക്കെയുള്ളതുപോലെ സംസ്ഥാനം വലുതാണോ ചെറുതാണോ എന്ന് നോക്കാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും രാജ്യസഭയിൽ ഒരേ എണ്ണം സീറ്റുകൾ കൊടുക്കുക. അതോടൊപ്പം ടാക്സ് പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ രാജ്യസഭയ്ക്ക് കൂടുതൽ അധികാരം, ഒരു വീറ്റോ പവർ പോലെ എന്തെങ്കിലും നൽകുക. അങ്ങനെ വന്നാൽ ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ടെന്ന് വെച്ച് ഒരു കൂട്ടർക്ക് മാത്രം സൗത്ത് ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ല. അപ്പോ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈ ഒരു വലിയ ചോദ്യം മുന്നോട്ട് വച്ചുകൊണ്ടാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഒരു ഭാഗത്തും രാഷ്ട്രീയ സ്ഥിരത മറുഭാഗത്തും, ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് കണ്ടെത്താൻ ഈ പറഞ്ഞ ഗ്രാൻഡ് ബാർഗെയിൻ പോലുള്ള ഒത്തുതീർപ്പുകൾക്ക് സാധിക്കുമോ? ഒരൊറ്റ രാജ്യം, പക്ഷെ അതിനുള്ളിൽ 2 വ്യത്യസ്ത ലോകങ്ങൾ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. കോൺക്രീറ്റായി പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്കും തെക്കും തമ്മിലുള്ള ഒരു വലിയ സാമ്പത്തിക വിടവിനെക്കുറിച്ച്. ഇതെങ്ങനെയുണ്ടായി? വെറും അക്കങ്ങളുടെ ഒരു കളിയല്ല ഇത്. ഇതിന് പിന്നിൽ വലിയ ചരിത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പിന്നെ ചില നിർണായകമായ സർക്കാർ തീരുമാനങ്ങളുമുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒരു രാജ്യത്തെ 2ആയി വിഭജിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതെ, നമ്മൾ സംസാരിക്കുന്നത് 2 ഇന്ത്യകളെക്കുറിച്ചാണ്. ഒറ്റനോട്ടത്തിൽ നമുക്ക് ഒന്നേ കാണാൻ കഴിയൂ. പക്ഷേ സാമ്പത്തികമായി നോക്കിയാൽ കഥ മാറും. ഒന്ന് അതിവേഗം വളർന്ന് മുന്നോട്ടു കുതിക്കുന്ന സൗത്ത് ഇന്ത്യ, പിന്നെ സാമ്പത്തികമായി ഒരുപാട് പിന്നോട്ടുപോയ നോർത്ത് ഇന്ത്യ. ഈ ഒരു വ്യത്യാസം അത് യാദൃച്ഛികമായി ഉണ്ടായതല്ല, വളരെ വ്യക്തമായ കാരണങ്ങൾ അതിനു പിന്നിലുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ എപ്പോഴും നോർത്ത് ഇന്ത്യയേക്കാൾ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നത്? എന്താണിതിന് കാരണം? ഇത് വെറുതെങ്ങ് സംഭവിച്ചതാണോ, അതോ ഇതിന്റെയൊക്കെ വേരുകൾ ചരിത്രത്തിലാണോ? വാ, നമുക്കൊരുമിച്ച് ഈ ഉത്തരമൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ശരി, വെറുതെ പറയല്ല, നമുക്ക് കണക്കുകൾ തന്നെ നോക്കാം. ഈ കാണുന്നത് GDP പെർ ക്യാപിറ്റ, അതായത് ആളോഹരി വരുമാനത്തിന്റെ ഒരു താരതമ്യമാണ്. കണ്ടില്ലേ, നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിലുള്ള ആ വിടവ് വളരെ വലുതാണ്. ഈ ഗ്യാപ്പ് എങ്ങനെയുണ്ടായി? അതാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ഈ കഥ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം പുറകോട്ടു പോകണം, ചരിത്രത്തിലേക്ക്. കാരണം നോർത്ത് ഇന്ത്യ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും തുടക്കം അവിടെയാണ്.
ഇത് അവര് തെരഞ്ഞെടുത്തൊരു വഴിയല്ല, മറിച്ച് ചരിത്രം അവരെക്കൊണ്ട് എത്തിച്ചൊരു അവസ്ഥയാണ്. അപ്പോ നമ്മുടെ അന്വേഷണത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട തെളിവിതാണ് ജമീന്ദാരി സിസ്റ്റം. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു കൊളോണിയൽ നയമാണ്. സംഭവം വളരെ സിമ്പിളാണ്. കർഷകരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുക, അത് ലണ്ടനിലേക്ക് അയക്കുക, അത്രയുള്ളൂ. ഒരുതരം നിയമപരമായ കൊള്ള. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നറിയാമോ? ഒരു വൺ വേ പൈപ്പ് ലൈൻ പോലെയായിരുന്നു. കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം സമീന്ദാർമാർ പിരിക്കുന്നു, അവരത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു, അവരത് നേരെ ലണ്ടനിലേക്ക് അയക്കുന്നു. പണം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു, പക്ഷേ ഒരിറ്റുപോലും ഇങ്ങോട്ട് തിരികെ വന്നില്ല. ഇത് 1-2 വർഷമല്ല, തലമുറകളോളം തുടർന്നു. ശരി, ബ്രിട്ടീഷുകാർ പോയി, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ കാര്യങ്ങളൊക്കെ മാറിയോ? സത്യം പറഞ്ഞാലില്ല, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയില്. അവിടത്തെ രാഷ്ട്രീയം വികസനത്തിൽ ശ്രദ്ധിക്കുന്നതിനു പകരം, അതായത് നല്ല റോഡുകള്, സ്കൂളുകള് ഇതൊക്കെ ഉണ്ടാക്കുന്നതിനു പകരം അവർ കൂടുതൽ ശ്രദ്ധിച്ചത് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലായിരുന്നു. അന്നത്തെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഒറ്റ വാക്യത്തിലൊതുക്കാൻ ഈ വാക്കുകൾ മതി: ഞങ്ങൾക്ക് വികസനം വേണ്ട, ബഹുമാനം മതി. തീർച്ചയായും ചരിത്രപരമായി ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിട്ട ഒരു ജനതയ്ക്ക് ആ ബഹുമാനം അത്യാവശ്യമായിരുന്നു. പക്ഷേ സാമ്പത്തികമായി ആ ഒരു നിലപാടിന് കൊടുക്കേണ്ടി വന്ന വില അത് വളരെ വലുതായിരുന്നു. നമ്മൾ ഇതുവരെ സംസാരിച്ചതൊക്കെ ഒരു ഭാഗത്ത്. ഇനി വരാൻ പോകുന്നത് ഒരുപക്ഷെ ഈ കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്: ഒരൊറ്റ സർക്കാർ നയം, ഇന്ത്യയുടെ വ്യാവസായിക ഭൂപടം തന്നെ മാറ്റിമറിച്ചൊരു നയം. ആ പോളിസിയുടെ പേരാണ് ഫ്രേറ്റ് ഈക്വലൈസേഷൻ പോളിസി. ഇതിന്റെ ആശയം കേൾക്കാൻ നല്ല രസമാണ്. അതായത് ധാതുക്കൾ, ഉദാഹരണത്തിന് കൽക്കരി അല്ലെങ്കിൽ ഇരുമ്പയിര്, അത് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ നിന്ന് വാങ്ങിയാലും ഒരേ വിലയായിരിക്കും. ജാർഖണ്ഡിലെ ഖനിക്ക് അടുത്ത് നിന്ന് വാങ്ങിയാലും കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിയാലും ഒരേ പൈസ. ലക്ഷ്യം നല്ലതായിരുന്നു, രാജ്യം മുഴുവൻ ഒരുപോലെ വികസിക്കണം. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഈ നയം നിലവിലുണ്ടായിരുന്നത് 1952 മുതൽ 1993 വരെയാണ്. കൃത്യമായി പറഞ്ഞാൽ 41 വർഷം, 4 പതിറ്റാണ്ടിലേറെ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഗതി മാറ്റാൻ അത് ധാരാളം മതി, അല്ലേ? അപ്പോ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്കൊരു സ്റ്റീൽ ഫാക്ടറി തുടങ്ങണം. അതിനു വേണ്ട കൽക്കരിയും ഇരുമ്പയരും ഇന്ത്യയിൽ എവിടെയും ഒരേ വിലയ്ക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് പൊടിയും പുകയും നിറഞ്ഞ ഒരു ഖനിയുടെ അടുത്തുപോയി ഫാക്ടറി തുടങ്ങുന്നത്? അല്ലേ? അതോടെ ധാതുക്കൾ കൊണ്ട് സമ്പന്നമായ നോർത്ത് ഇന്ത്യയുടെ ആ ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ്, ആ ഒരു മുൻതൂക്കം അതങ്ങില്ലാതായി. പിന്നെന്ത് സംഭവിച്ചു? ഇൻഡസ്ട്രികളെല്ലാം തീരപ്രദേശങ്ങളുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകി. കാരണം വ്യക്തമാണ്, അവിടെ അവർക്ക് 2 ഗുണങ്ങളുണ്ടായി. 1, സബ്സിഡി റേറ്റിൽ മിനറൽസ് കിട്ടും. 2, ഉണ്ടാക്കിയ സാധനങ്ങൾ എളുപ്പത്തിൽ കപ്പൽ കയറ്റി വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പോർട്ടുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയുടെ നഷ്ടം സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമായി മാറി. ഒടുവിൽ 1993 ഈ പോളിസി പിൻവലിച്ചു. അപ്പോ ഈ 41 വർഷത്തെ നഷ്ടം നികത്താൻ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടിയെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു സഹായവും കിട്ടിയില്ല. 0. 1 രൂപയുടെ പോലും പുനർനിർമ്മാണ ഫണ്ട് അവർക്ക് നൽകിയില്ല. ശരി, നോർത്ത് ഇന്ത്യയുടെ കഥ നമ്മൾ കണ്ടു. പക്ഷേ ഇതേ സമയത്ത് സൗത്ത് ഇന്ത്യ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അവരുടെ വഴി തികച്ചും വ്യത്യസ്തമായിരുന്നു. നമുക്ക് കഥയുടെ ആ ഭാഗത്തേക്ക് പോവാം. നോർത്തിൽ ഞങ്ങൾക്ക് വികസനം വേണ്ട, ബഹുമാനം മതി എന്നു പറഞ്ഞപ്പോൾ സൗത്തിൽ മുഴങ്ങിക്കേട്ടത് മറ്റൊരു മുദ്രാവാക്യമായിരുന്നു: വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക. കണ്ടില്ലേ ആ വ്യത്യാസം? ഒന്ന് സാമൂഹിക നീതിക്ക് വേണ്ടി വാദിച്ചപ്പോൾ മറ്റൊന്ന് സാമ്പത്തിക നിലനിൽപ്പിനു വേണ്ടി വാദിച്ചു. അപ്പോ 2 വഴികളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു വശത്ത് നോർത്ത് ഇന്ത്യ ജാതി രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറുവശത്ത് സൗത്ത് ഇന്ത്യയോ? അവർ ഇൻവെസ്റ്റ് ചെയ്തത് സാങ്കേതിക വിദ്യാഭ്യാസത്തിലും മനുഷ്യവിഭവശേഷിയിലുമായിരുന്നു. സൗത്ത് ഇന്ത്യയുടെ സ്ട്രാറ്റജി വളരെ കൃത്യമായിരുന്നു. അവർ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന ഉയർന്ന ജാതിക്കാരുടെ കുത്തക അവസാനിപ്പിച്ചു. കൂടുതൽ ആളുകളിലേക്ക് വിദ്യാഭ്യാസം എത്തിച്ചു. ഡാമുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പണിതു. ഏറ്റവും പ്രധാനമായി ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്ഥാപിച്ചു. അപ്പോ ഇത്രയും കാലത്തെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമെന്തായിരുന്നു? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1985 സംഭവിച്ചത്. ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ് എന്ന വലിയൊരു അമേരിക്കൻ ടെക് കമ്പനി ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു. അവർക്ക് ഓഫീസ് തുടങ്ങാൻ ഡൽഹി അടക്കം പല ഓപ്ഷനുകളും ഉണ്ടായിരുന്നു. പക്ഷെ അവർ തിരഞ്ഞെടുത്തത് ബാംഗ്ലൂരാണ്. എന്തുകൊണ്ട്? കാരണം സിമ്പിളായിരുന്നു. അവർക്ക് വേണ്ട സ്കിൽഡ് എഞ്ചിനീയർമാർ ബാംഗ്ലൂരിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായിരുന്നു ഇന്ത്യയുടെ സിലിക്കൺ വാലിയുടെ തുടക്കം. ശരി, ഈ കഥ ഇവിടെ തീരുന്നില്ല.
കാരണം ഇത് നോർത്ത് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യയുടെയും മാത്രം കഥയല്ല. ഇതിൽ നിന്ന് നമുക്കെല്ലാവർക്കും പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. ഭരണനിർവഹണത്തെക്കുറിച്ചുള്ള ഒരു പാഠം. ആ ആശയമാണ് ഡീസെൻട്രലൈസേഷൻ, അതായത് വികേന്ദ്രീകരണം. സംഭവം ഇത്രയുള്ളൂ. എല്ലാ തീരുമാനങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്ന് എടുക്കുന്നതിനു പകരം ആ അധികാരം പ്രാദേശിക തലങ്ങളിലേക്ക്, അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും വിഭജിച്ച് നൽകുക. അപ്പൊ നമ്മൾ കണ്ട ഈ കഥ നമ്മളോട് ചോദിക്കുന്നത് ഒരു വലിയ ചോദ്യമാണ്. 140 കോടി ജനങ്ങളുള്ള, ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് ഭരിക്കുന്നതാണോ ശരി, അതോ ഓരോ പ്രദേശത്തെയും ആവശ്യങ്ങൾ അവിടുത്തെ ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നതാണോ യഥാർത്ഥ പുരോഗതിക്ക് നല്ലത്? നോർത്ത് ഇന്ത്യയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് കേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ ചിലപ്പോൾ എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. ഒരുപക്ഷെ യഥാർത്ഥ വളർച്ചയുടെ താക്കോല് പ്രാദേശികമായ തീരുമാനങ്ങൾ തന്നെയാവാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? ഉത്തരേന്ത്യ വേഴ്സസ് ദക്ഷിണേന്ത്യ, ഈയൊരു വാദം നമ്മൾ എത്രയോ കാലമായി കേൾക്കുന്നതാണല്ലേ. ഒറ്റ രാജ്യം പക്ഷെ രണ്ട് ലോകങ്ങൾ പോലെയാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഈയൊരു ധാരണയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇന്ത്യ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു നാട് തന്നെയാണ്. ഈ വ്യത്യാസങ്ങളാണ് പലപ്പോഴും ഈ വേഴ്സസ് ചർച്ചകൾക്ക് എണ്ണയൊഴിക്കുന്നത്. നമുക്ക് പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഭാഷ. ഉത്തരേന്ത്യയിൽ കൂടുതലും ഇൻഡോ ആര്യൻ ഭാഷകളാണ് സംസാരിക്കുന്നതെങ്കിൽ ദക്ഷിണേന്ത്യ ദ്രാവിഡ ഭാഷാ കുടുംബത്തിന്റെ ഹൃദയഭൂമിയാണ്. ഇനി ഭൂപ്രകൃതിയുടെ കാര്യമെടുത്താലോ? വടക്ക് നമുക്ക് പടുകൂറ്റൻ ഹിമാലയവും ഫലഭൂയിഷ്ടമായ ഗംഗാ സമതലങ്ങളുമുണ്ട്. തെക്കോട്ട് വന്നാൽ അത് ഡെക്കാൻ പീഠഭൂമിയും നീണ്ടു നിവർന്നു കിടക്കുന്ന തീരദേശങ്ങളുമായി മാറുന്നു. ഈ വ്യത്യാസങ്ങൾ നമ്മുടെ സംസ്കാരത്തിലും ഭക്ഷണരീതികളിലും വരെ വളരെ വ്യക്തമായി കാണാം. പക്ഷേ ഒരു നിമിഷം, ഇത്രയധികം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ വിവരിക്കാൻ വേഴ്സസ് അഥവാ ഒരു ഏറ്റുമുട്ടൽ എന്ന വാക്കുപയോഗിക്കുന്നത് ശരിയാണോ? അതോ ഈ വ്യത്യാസങ്ങൾക്കപ്പുറം നമ്മൾ കാണാതെ പോകുന്ന വലിയൊരു സത്യമുണ്ടോ? അതെ, ആ വലിയ സത്യം കാണണമെങ്കിൽ നമ്മൾ ഈ വിഭജനമെന്ന ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് നോക്കണം. കാരണം യഥാർത്ഥ കഥ വെറുമൊരു വേർതിരിവിന്റേതും മാത്രമല്ല. ഈ വിശകലനത്തിന്റെ മുഴുവൻ കാതലും ഒരൊറ്റ വാക്കിലുണ്ട്: ഇന്റർഡിപെൻഡൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ പരസ്പരാശ്രിതത്വം. അതായത് പരസ്പരം ആശ്രയിക്കാതെ നിലനിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തിന്റെ അടിത്തറ ഇതാണ്. അപ്പോ ഈ പറയുന്ന പരസ്പരാശ്രിതത്വം എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? നമുക്ക് ചരിത്രത്തിൽ നിന്നും വർത്തമാനകാലത്തിൽ നിന്നും കുറച്ചു ഉദാഹരണങ്ങൾ നോക്കാം. നമുക്ക് 1960കളിലേക്കൊന്ന് തിരിച്ചുപോകാം. രാജ്യം മുഴുവൻ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു കാലഘട്ടം. അപ്പോഴാണ് 70കളിൽ ഹരിതവിപ്ലവം വരുന്നത്. അതിന്റെ ഫലമായി 80കളായപ്പോഴേക്കും പഞ്ചാബ്, ഹരിയാന പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറയായി മാറി. രാജ്യത്തെ മുഴുവൻ ഊട്ടാനവർ തുടങ്ങി. പക്ഷേ രസകരമായ കാര്യം എന്താണെന്നറിയോ? ഈ ഹരിതവിപ്ലവം ഒരു ഉത്തരേന്ത്യൻ വിജയഗാഥയായിരുന്നു, ശരിയാണ്. എന്നാൽ അതിനു പിന്നിലെ ബുദ്ധികേന്ദ്രമാരായിരുന്നു? അതൊരു ദക്ഷിണേന്ത്യക്കാരനായിരുന്നു, തമിഴ്നാട്ടുകാരനായ ഡോക്ടർ MS സ്വാമിനാഥൻ. ഇതൊരു ഒന്നൊന്നര സഹകരണമല്ലേ? ദക്ഷിണേന്ത്യൻ ബുദ്ധിയിൽ ഉത്തരേന്ത്യൻ മണ്ണിൽ വിളഞ്ഞ വിപ്ലവം. ഇനി നമുക്ക് ഇന്നത്തെ അവസ്ഥ നോക്കാം. രാജ്യത്തിന്റെ GDP അഥവാ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്ന സൈന്യത്തിലേക്ക്, ആംഡ് ഫോഴ്സസിലേക്ക് ഏറ്റവും കൂടുതൽ സൈനികരെ സംഭാവന ചെയ്യുന്നത് ഉത്തരേന്ത്യയാണ്. അതായത് ഒന്ന് രാജ്യത്തിന് പണം നൽകുമ്പോൾ മറ്റൊന്ന് രാജ്യത്തിന് കാവൽ നിൽക്കുന്നു. എന്തൊരു ബാലൻസ് ആണെന്ന് നോക്കൂ. ഇനി ഭാവി എന്തായിരിക്കും? ഈ ഡെമോഗ്രാഫിക് ചാർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ പ്രായമായവരുടെ എണ്ണം കൂടിവരുന്നു, ചെറുപ്പക്കാർ കുറയുന്നു. എന്നാൽ ഉത്തരേന്ത്യയിലോ ഊർജ്ജസ്വലരായ ഒരു വലിയ യുവനിര തന്നെയുണ്ട്. ഇതിന്റെ അർത്ഥമെന്താണെന്നോ? ഭാവിയിൽ ദക്ഷിണേന്ത്യയിലെ വ്യവസായങ്ങളെയും സാമ്പത്തിക മേഖലയെയും മുന്നോട്ട് കൊണ്ടുപോവാൻ ഈ ഉത്തരേന്ത്യൻ യുവത്വത്തിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പോ ഈ പരസ്പരാശ്രയത്വം നമുക്കെങ്ങനെയൊരു യഥാർത്ഥ പങ്കാളിത്തമാക്കി മാറ്റാൻ സാധിക്കും? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നതിന് പകരം ഒരുമിച്ചു വളരുന്ന ഒരു ഭാവിക്കായി എന്ത് ചെയ്യാം? അതിന് ചില നല്ല നിർദ്ദേശങ്ങളുണ്ട്. ആദ്യത്തെ നിർദ്ദേശം സാമ്പത്തിക കാര്യത്തിലാണ്.
കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വീതിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ GDP സംഭാവനയ്ക്ക് നിലവിൽ നൽകുന്ന വെയിറ്റേജ് വെറും 10%. അതായത് കൂടുതൽ പണം സമ്പാദിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അത്ര വലിയ പരിഗണനയില്ലെന്ന് സാരം. ഇത് 15-20% ഉയർത്തണമെന്നാണ് ഒരു പ്രധാന നിർദ്ദേശം. അത് സംഭവിച്ചാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സംഭാവനയ്ക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമായിരിക്കുമത്. അടുത്തത് മെന്റർ സ്റ്റേറ്റ് എന്നൊരാശയമാണ്. ഇത് വളരെ രസകരമായ ഒന്നാണ്. അതായത് വികസനത്തിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്തെ അത്രയധികം വികസിക്കാത്ത മറ്റൊരു സംസ്ഥാനവുമായി ജോഡിയാക്കുന്നു. എന്നിട്ട് അവർക്ക് ചില ടാർഗറ്റുകൾ കൊടുക്കുന്നു. ഉദാഹരണത്തിന് സാക്ഷരത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കുക. ഈ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ ആ വികസിക്കുന്ന സംസ്ഥാനത്തിന് ഒരു പ്രത്യേക സാമ്പത്തിക ബോണസ് നൽകും. ഇതും മത്സരത്തിനു പകരം സഹകരണം പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അത് സാമ്പത്തിക സുതാര്യതയാണ്. കൊടുക്കുന്ന പണം കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ ശക്തമായ ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ വേണം. കാരണം ഉത്തരവാദിത്തമില്ലാതെ ഒരു പദ്ധതിയും വിജയിക്കില്ലല്ലോ. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യാ ബന്ധത്തെ വിവരിക്കാൻ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്നതിനേക്കാൾ മികച്ചൊരു പ്രയോഗം വേറെയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി വിഭജനത്തിലല്ല, മറിച്ച് വിട്ടുവീഴ്ചകളിലും ഒരുമിച്ചുള്ള നിലനിൽപ്പിലുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരുമിച്ച് മുന്നോട്ടു പോകാനുള്ള വഴികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, സമ്മതിച്ചു. പക്ഷേ വേർപെടുത്താൻ കഴിയാത്തവരാണ്. ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രം പൂർണ്ണമാകുന്ന, ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുന്ന 2 അവിഭാജ്യ ഘടകങ്ങൾ.